കേരള PSCയുടെ HSST ഫിസിക്സിൻ്റെ പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യണം. അപ്പം നമുക്ക് ഇന്ന് അതിൽ കുറച്ച് MCQs വരാൻ ചാൻസ് ഉള്ള കുറച്ച് MCQs നോക്കാം. In the Debye model for a three-dimensional crystal, the internal energy at low temperature is proportional to internal energy at low temperature. ഓപ്ഷൻ ഉണ്ടായിരുന്നു ഇന്ത്യൻ എനർജി പ്രൊപ്പോർഷണൽ ടി റേസ് ടു 4 ടി ക്യൂബ് ടി സ്ക്വയർ എന്ന ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് എന്താണ് നോക്കേണ്ടത്? ഇന്ത്യൻ എനർജി പ്രൊപ്പോർഷണൽ ടു പ്രൊപ്പോർഷണൽ ടു ടി റേസ് ടു 4 ആണ്. പ്രൊപ്പോർഷണൽ ടു at low temperature proportional to T raised to 4. CV specific heat capacity is proportional to T cube. For three-dimensional crystal, specific heat capacity is proportional to T cube and internal energy proportional to T raised to 4. In two-dimensional crystal, in case of two-dimensional crystal, CV proportional to T square. And in case of one-dimensional, CV proportional to T. Okay, at high temperature ആകുമ്പോൾ CV proportional to എന്ത് വരും? CV is equal to 3R വരുന്നത്. ഹൈ ടെമ്പറേച്ചർ CV is equal to 3R. അപ്പോൾ ഇത്രയും ഓർത്ത് വയ്ക്കുക. ഇന്റേണൽ എനർജി ഈസ് പ്രൊപ്പോർഷണൽ ടു T raised to 4. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു T cube. Next, find the matrix representation for the operator J square for J is equal to 1. Matrix representation for J is equal to 1 വരുമ്പോൾ അതൊരു 3/3 മെട്രിക്സ് ആണ്. 3/3 മെട്രിക്സ് ആണ് J is equal to 1 വരുമ്പോൾ. അപ്പോൾ അതിൻ്റെ മെട്രിക്സ് എലമെൻ്റ് എന്ന് പറയുന്നത് എന്താണ്? J into J plus 1 into H cut square ഡെൽറ്റ J prime J ഡെൽറ്റ M prime M ആണ് മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ. അതായത് ഡയഗണൽ എലമെൻറ്റ്സ് മാത്രമേ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. J പ്രൈമും Jയും ഈക്വൽ ആവുന്നതും M പ്രൈം M ഈക്വൽ ആവുന്ന ഡയഗണൽ എലമെൻറ്റ്സ് മാത്രമേ അവിടെ എന്ത് ചെയ്യുന്നുള്ളൂ? എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതായത് ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം എന്ത് ചെയ്യും? വാനിഷ് ചെയ്ത് 0 ആവും. എന്ത് മാത്രമേ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ? ഡയഗണൽ എലമെൻറ്റ്സ് മാത്രമേ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയഗണൽ എലമെൻറ്റ്സ് ആണ് വേണ്ടത്. J പ്രൈം J ഇൻറ്റു J പ്ലസ് 1 ഇൻറ്റു H കട്ട് സ്ക്വയർ ഡെൽറ്റ J പ്രൈം J ഡെൽറ്റ M പ്രൈം M. ഓക്കെ, ഫോർ J ഈക്വൽ ടു 1/2 അങ്ങനെ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ വരുമ്പോൾ എന്താണ്? J ഈസ് ഈക്വൽ ടു 1 അല്ലേ? അപ്പോൾ 1 ഇൻറ്റു 1 പ്ലസ് 1 ഇൻറ്റു H കട്ട് സ്ക്വയർ ദാറ്റ് ഈസ് 2H കട്ട് സ്ക്വയർ വരില്ലേ? 2H കട്ട് സ്ക്വയർ 2H കട്ട് സ്ക്വയർ 0 0 ഇങ്ങനെയാണ് വരുന്നത് മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ. J ഇൻറ്റു J പ്ലസ് 1 ഇൻറ്റു H കട്ട് സ്ക്വയർ ഡെൽറ്റ J പ്രൈം J ഡെൽറ്റ M പ്രൈം M. ഡയഗണൽ എലമെൻറ്റ്സ് എക്സിസ്റ്റ് ചെയ്യുന്നു, ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ് വാനിഷ് ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് ഗിവൺ ദാറ്റ് സിഗ്മ n is equal to 0 to infinity HNX T raised to n by n factorial ആണ് കേട്ടോ. T raised to n by n factorial HNX sigma n is equal to 0 to infinity HNX T raised to n by n factorial is equal to e raised to minus t square plus 2tx. ഇങ്ങനെ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് H40. ഓക്കെ, H40 ആണ് വേണ്ടത്. നമുക്ക് ഫസ്റ്റ് x 0 കൊടുക്കാം. സിഗ്മ n is equal to 0 to infinity HN0 T raised to n by n factorial is equal to e raised to minus t square വരെ. x 0 ആണ്. That is e raised to minus t square എക്സ്പാൻഡ് ചെയ്യുക. e raised to x എക്സ്പാൻഷൻ വരെ ഇല്ലേ? e raised to minus x എക്സ്പാൻഷൻ വരെ 1 minus x plus x square by 2 factorial അങ്ങനെയാണ് വരുന്നത്. That is 1 minus x t square plus t raised to 4 by 2 factorial minus etc. അങ്ങനെ കിട്ടും. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഫോർത്ത് H40 ആണ്. എന്താണ്? n എന്താണ്? 4 ആണ് വേണ്ടത്. ദാറ്റ് ഈസ് H40 T raised to 4 by 4 factorial is equal to എന്താണ്? ഇവിടെ ടിയുടെ പവർ T raised to 4 ആണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ഇവിടെ വരുന്ന ടേം എന്ന് പറയുന്നത് എന്താണ്? T raised to 4 by 2 factorial വരുന്നത്. ദാറ്റ് ഈസ് H40 is equal to 4 factorial by 2 factorial is equal to 12 വരും. ഓക്കെ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നമുക്ക് ചെയ്യാം. നെക്സ്റ്റ്, ദ റെസിഡ്യൂ ഓഫ് Z by Z minus A into Z minus B at infinity. At infinity, the value of residue. That is
limit residue at infinity is equal to limit z tends to infinity minus z f of z. That is limit z tends to infinity minus z into z by f of z by z minus a into z minus b, which is equal to limit z tends to infinity minus z square by z minus a ന്ന് z minus b ന്നും എന്താ ഓരോ z കോമൺ എടുക്കുക. അപ്പോൾ എന്ത് വരും? z സ്ക്വയർ വരും. z സ്ക്വയർ ഇൻറ്റു 1 മൈനസ് a ബൈ z ഇൻറ്റു 1 മൈനസ് b ബൈ z. z സ്ക്വയർ ക്യാൻസൽ ചെയ്യും. ലിമിറ്റ് z ടെൻസ് ടു ഇൻഫിനിറ്റി ആയതുകൊണ്ട് എന്ത് വരും? a ബൈ z അപ്രോക്സിമേറ്റ്ലി 0 വരും, b ബൈ z 0 വരും. റിനോമിനേറ്ററിൽ 1 മാത്രം വരും, ന്യൂമറേറ്ററിൽ -1. That is value is -1. But the residue of z by z minus a into z minus b at infinity is -1. Equation ഓർക്കുക. Limit z tends to infinity minus of z f of z.